വെളിച്ചക്കുറവും മതിയായ സുരക്ഷാ ഭിത്തിയും ഇല്ലാത്തതാണ് കുമരകത്തെ അപകടത്തിന് കാരണം. ഹൌസ് ബോട്ടിലേക്ക് കയറാൻ പോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. മരിച്ച രണ്ടുപേരുടെയും മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. ഇന്നലെ രാത്രിയാണ് കൈപ്പഴമുട്ട പാലത്തിനരികെ കാർ വെള്ളത്തിലേക്ക് വീണ് മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന സെയ്ലിയും ജെയിംസ് ജോർജും മരിച്ചത്. ഇന്നലെ രാത്രി ഏതാണ്ട് 8:45 കൂടിയാണ് ഈ സ്ഥലത്താണ് അപകടമുണ്ടായത്. ഇവിടെ നമുക്ക് പുഴ കാണാൻ സാധിക്കും. ഈ പുഴയിലേക്കാണ് വാഹനം വീഴുന്നത്. ഏതാണ്ട് ഇതിന്റെ മധ്യഭാഗത്ത് വരെ ഈ വാഹനം എത്തി എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അതായത് മുകളിൽ പാലമുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം അനുസരിച്ച് കോട്ടയം ഭാഗത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനമായിരുന്നു. അത് ഇവിടെ തൊട്ടടുത്ത് വഴിയുണ്ട്. ഈ വഴിയിൽ കൂടി ഉള്ളിലേക്ക് കയറി വരുന്നു. ഇവിടെ നിന്ന് നേരെ ഈ പുഴയിലേക്ക് വീഴുകയായിരുന്നു എന്നുള്ളതാണ്. ഇവിടുന്ന് അപ്പുറത്തേക്ക് വഴിയുള്ളത് അത് റിസോർട്ടുകളും മറ്റും അവിടെയുണ്ട്. അവിടെ ഹൗസ് ബോട്ടുകൾ ഉള്ള സ്ഥലമുണ്ട്. ഇവർ ഹൗസ് ബോട്ടിൽ ബുക്ക് ചെയ്തിരുന്നു എന്നുള്ള വിവരങ്ങൾ, സൂചനകൾ ചിലത് പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഏതാണ്ട് 10:15 കൂടിയാണ് മൃതദേഹം പുറത്തെത്തിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയുന്നത്. നാട്ടുകാരുടെയൊക്കെ വലിയൊരു കൂട്ടം തന്നെ ഇവിടെയുണ്ട്. തൊട്ടപ്പുറത്താണ് ഈ വാഹനം പിടിച്ചെടുക്കുന്നത്, അതായത് വലിച്ച് കരയ്ക്ക് കയറ്റുന്നത്. കൊച്ചിയിൽ നിന്ന് വന്ന റെന്റേ കാർ വാഹനമായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇത് ഗൂഗിൾ മാപ്പ് വഴിതെറ്റി വന്നു എന്നൊക്കെയുള്ള സൂചനകളുണ്ടായിരുന്നു. പക്ഷേ അത്തരം വിവരങ്ങളല്ല. അതിനപ്പുറത്തേക്ക് ഇവർ ഈ ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞാണ്. പക്ഷേ ആ വളവ് തിരിയുന്നതിന് പകരം നേരെ പോകുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ കാറ് കിടപ്പുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല ആഴവും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാറ് പൂർണ്ണമായും വീണ ഉടൻ തന്നെ പൂർണ്ണമായും വെള്ളത്തിലേക്ക് താഴുന്ന സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ കാറിന്റെ ഡോറ് പൂർണ്ണമായും അടഞ്ഞ നിലയിലായിരുന്നു. പിന്നീട് ഈ പിൻഭാഗത്തൊക്കെ ഇത് പൊട്ടിച്ചെടുത്തുകൊണ്ടാണ് ഇതിനുള്ളിലുള്ളവരെയൊക്കെ പുറത്തേക്ക് എടുക്കുന്ന സ്ഥിതിയിൽ കാര്യങ്ങൾ എത്തിയത്. ഞങ്ങള് ഇവിടെ നിലവിളി കേട്ടിട്ടാണ് ഞങ്ങളുടെ അടുത്ത് പാർക്കിങ്ങിലാണ്. അപ്പോൾ ഓടി വന്നപ്പോഴൊരു കാറ് പകുതിയോളം മുങ്ങിക്കിടക്കണേണ്. ഒരാള് രക്ഷിക്കാനുണ്ടായി ഇവിടുത്തെ നാട്ടുകാർ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഡ്രൈവർമാർ ചാടി, ഇവിടുത്തെ നാട്ടുകാരും ചാടി നോക്കി. പക്ഷെ അപ്പോഴേക്കും കാറ് മുങ്ങിപ്പോവുകയാണ് ഉണ്ടായത് ഫുള്ളായിട്ട്. അപ്പോഴൊക്കെ ഇവിടുത്തെ നാട്ടുകാരെല്ലാം വന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. പക്ഷെ വണ്ടി കിട്ടിയില്ല. അത്യാവശ്യം നല്ല ഒഴുക്കുണ്ടായിരുന്നു. പിന്നെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞാണ് ഫയർഫോഴ്സ് വന്ന് ഇത് കണ്ടുപിടിച്ചത്. 8 മണി കഴിഞ്ഞപ്പോഴാണെന്നുള്ള അവിടെ ഇതില്ലാതെ വളവ് തിരിയാൻ നേരെ പോയതാണെന്ന് തോന്നുന്നല്ലേ? അവിടുന്ന് സൈഡ് പിടിച്ച് പോന്നിട്ട് നേരെ അങ്ങ് ഇറങ്ങിയതാ. അവിടുന്ന് റോഡിന്റെ സൈഡേ വല്ല പോരുന്നേ. അപ്പൊ അവിടുന്ന് നേരെ ഇങ്ങ് പോന്നിട്ട് സംഭവിച്ചതെന്നുള്ള. എന്തായാലും ഇവിടെ ഉണ്ടായിരുന്നവരും ഇവിടെ ആ സമയത്തുള്ളവരും ഒക്കെ പറയുന്നത് അത് തന്നെയാണ്. നേരെ വാഹനം പോയി. അവിടെ സാധാരണഗതിയിൽ തൊട്ടപ്പുറത്ത് പുങ്കലും ഒക്കെ ആണെങ്കിലും അവിടെ ഒരു ചെറിയ ഈ ഗ്രില്ല് പോലെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ അത്തരം സംരക്ഷണ ഭിത്തികളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നേരെ വന്ന് പ്രത്യേകിച്ച് അപരിചിതരാണ്, ഈ പ്രദേശവുമായി യാതൊരു പരിചയവുമില്ലാത്തവരാണ്. അങ്ങനെ എത്തിയവർ കൂടിയാണ് പറയുന്നുള്ളതാണ്. എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അപ്പോൾ തന്നെ മൃതദേഹം മാറ്റിയിരുന്നു. മന്ത്രി വി എൻ വാസവൻ ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്ത് ആ സമയത്ത് തന്നെ എത്തിയിരുന്നു. ജില്ലാ പോലീസ് മേധാവി എത്തിയിരുന്നു. അങ്ങനെ വളരെ പെട്ടെന്നൊരു വലിയ രക്ഷാദൌത്യം നടത്തി. പ്രത്യേകിച്ച് ഇവിടെ പുഴയാണ്, അതുകൊണ്ട് തന്നെ മീൻ പിടിക്കാനൊക്കെ ആളുകൾ കാര്യമായി ഇറങ്ങുന്ന സ്ഥലമാണ്. ആ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ ആളുകളുടെ വലിയ ആളുകൾ ഉണ്ടായിരുന്നു. അതായത് രക്ഷാപ്രവർത്തനത്തിനും മറ്റും ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ അപകടം എങ്ങനെയാണ്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി എന്നത് സംബന്ധിച്ച് ഈ രണ്ടുപേരും, കാറിനുള്ളിൽ ഉണ്ടായിരുന്ന രണ്ടുപേരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അത് ഇപ്പോഴും അവശേഷിക്കുകയാണ്. എന്തായാലും ഇവരുടെ മൃതദേഹം മഹാരാഷ്ട്രയിലേക്കൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടാകും. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ടാണ് കണ്ടത്.